ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വിശ്വാസമോടെ നിൻ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചിടുന്നു ഞാൻ യേശുനാഥ. വിശ്വാസമോടെ നിൻ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചിടുന്നു ഞാൻ യേശുനാഥ. ഈശോ എന്നെ സ്പർശിക്കണേ, എൻ്റെ രോഗം എല്ലാം മാറ്റണമേ. ഈശോ എന്നെ സ്പർശിക്കണേ, എൻ്റെ രോഗം എല്ലാം മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന സന്ദേശം ഇതാണ്: ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് എന്ന സന്ദേശം. എന്താണ് ദാനധർമ്മം? പാവങ്ങളെ സഹായിക്കുന്നതിനെയാണ് ദാനധർമ്മം എന്ന് പറയുക. എന്താണ് ദശാംശം? ദൈവ ശുശ്രൂഷകളെ സഹായിക്കുന്നതിനെയാണ് ദശാംശം എന്ന് പറയുക. ഇത് രണ്ടും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വിശിഷ്ടമായ കാര്യങ്ങളാണെന്ന് വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് തോബിത്തിൻ്റെ പുസ്തകം 4:7 തോബിത്ത് മകൻ തോബിയാസിനോട് പറയുകയാണ്, മകനെ, ദാനധർമ്മം ചെയ്യുന്നതിൽ നീ ഒരിക്കലും മടി കാണിക്കരുത്. ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒരുപാട് വചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഈ ദാനധർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങളെപ്പറ്റി വിശുദ്ധരുടെ അവരുടെ ജീവിതാനുഭവത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു വീട് വെഞ്ചിരിപ്പിന് ഞാൻ പോവുകയാണ്. അപ്പോൾ ആ ഇടവകയിൽ വീട് വെഞ്ചിരിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട് വെഞ്ചിരിപ്പിന് പോകുമ്പോൾ ആ വെഞ്ചിരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ കുടുംബ സമ്മേളന യൂണിറ്റിലെ അതിൻ്റെ ഇൻചാർജുള്ള വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛൻ ഇനി വെഞ്ചിരിക്കാൻ പോകുന്ന വീട് വളരെയധികം അച്ഛൻ ശ്രദ്ധിക്കേണ്ട ഒരു വീടാണ്. കാരണം ആ വീട്ടിൽ ഒരു ജയിൽ പുള്ളിയുണ്ട്. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് എത്ര വർഷത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വീട് പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ തല്ലിപ്പൊളിയായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് എന്ന് മുന്നറിയിപ്പ് തരികയാണ്. ഈ മുന്നറിയിപ്പ് ഈ ഒരു വ്യക്തി മാത്രമല്ല, ഞാൻ തൊട്ട് മുമ്പ് വെഞ്ചിരിക്കാൻ കയറിയ വീട്ടിലെ ആ ചേട്ടനും ചേച്ചിയും എന്നോട് പറഞ്ഞു, അച്ഛൻ ഇനി വെഞ്ചിരിക്കാൻ പോകുന്ന വീട് അച്ഛൻ വളരെ ശ്രദ്ധിക്കണം. ആ വീട്ടിലൊരു ദൈവഭയം ഇല്ലാതെ ഇതുപോലെ തല്ലും വഴക്കും ബഹളമായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ വ്യക്തി ഇപ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ആ വീട് വെഞ്ചിരിക്കാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഏതായാലും ഞാൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ആ വീട്ടിൽ കുടുംബനാഥ, ഒപ്പം തന്നെ 3 മക്കൾ, 3 ആൺകുട്ടികളാണ്. 3 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഏജൊക്കെ ഓവറായിട്ടുണ്ട്. പക്ഷെ 3 പേരുടെയും വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ വിവാഹം കഴിയാതെ അവർ നിൽക്കുകയാണ്. അപ്പോൾ ഈ ജയിൽ പുള്ളിയായ അല്ലെങ്കിൽ ജയിലിലായിരുന്ന ആ സഹോദരൻ ആ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അവൻ ഷർട്ടൊന്നും ഇടാതെ ഒരു കട്ടലപ്പടിയുടെ അടുത്ത് അവൻ നിലത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ കയറി അവരായിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അച്ഛാ എന്നൊക്കെ ആ അപ്പച്ചൻ അമ്മച്ചീനോട് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തെ സമർപ്പിച്ച് ആ സോഫയിൽ ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ കണ്ണടച്ച് അല്പസമയം പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ സമർപ്പിച്ച് അപ്പോൾ ഒത്തിരിയേറെ മുൻവിധിയോടെയാണ് ഞാൻ ആ വീട്ടിൽ കയറിയത്. ആ വീട്ടിൽ ഒത്തിരിയേറെ തല്ലിപ്പൊളിയായ ഒരു വ്യക്തിയുണ്ട്. അല്ലെങ്കിൽ ദൈവമില്ലാതെ പള്ളി പോകാതെ
അങ്ങനെ ഒരുപാട് ദൈവത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന വ്യക്തികളാണ് പലരും ആ വീട്ടിലുള്ളവർ. ഇങ്ങനെയുള്ള ചിന്തയോടെയാണ് ഞാൻ പലരും പറഞ്ഞ് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അവിടെ കയറി നിന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാണിക്കുക, ഒരു പാത്രം കാണിച്ചു. ആ പാത്രത്തിൽ നിറയെ മിഠായി ഇങ്ങനെ കാണിക്കുകയാണ്. മിഠായി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് ഒരു ദർശനം. അപ്പോൾ ഞാനവിടെ ചോദിച്ചു, നിങ്ങൾ മിഠായിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഒത്തിരി മിഠായി കഴിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞങ്ങൾ മിഠായി ഒന്നും കഴിക്കാറൊന്നുമില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, മിഠായിയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കാരണം ഒരുപാട് മിഠായി കർത്താവ് കാണിക്കുന്നുണ്ടല്ലോ, ഒരു പാത്രം നിറയെ മിഠായി. അപ്പോൾ അവർ വീണ്ടും എന്നോട് പറഞ്ഞു, ആ സഹോദരി അവിടുത്തെ കുടുംബനാഥ പറഞ്ഞു, അച്ഛൻ തൊട്ടി പറയണേ, എൻ്റെ 3 മക്കളുടെയും കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പെണ്ണും കുട്ടികളൊന്നും ആയിട്ടില്ല. പെണ്ണും കുട്ടികളൊക്കെ വന്നാലല്ലേ നമുക്കൊരു മിഠായി വാങ്ങുക, അങ്ങനെ കുട്ടികൾക്കൊക്കെയല്ലേ മിഠായി വാങ്ങുക. ഈ പ്രായമുള്ളവർ മാത്രം ജീവിക്കുന്ന ഇവിടെ, അല്ലെങ്കിൽ താമസിക്കുന്ന ഈ സ്ഥലത്ത് എന്തൊട്ട് മിഠായി എന്ന് ആ സഹോദരി ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മിഠായിയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. കാരണം അതുപോലെ ദർശനത്തിൽ കണ്ടതാണ്. അപ്പോൾ ആരും പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന ആ ജയിലിലായിരുന്ന വ്യക്തി ശിക്ഷയ്ക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അതുവരെ ഒന്നും മിണ്ടാതിരുന്ന പയ്യനാണ്. ആ സഹോദരൻ ഒറ്റ പറച്ചിലാണ്, ഒരു സംഭവമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ആകാംക്ഷയോടെ അവനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ സംഭവം? അവൻ പറഞ്ഞു, ഞാൻ ഈ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി വേളാങ്കണ്ണിയിലേക്ക് പോയി. വേളാങ്കണ്ണിയിൽ പോയി അവിടെ മാതാവിൻ്റെ അടുത്തൊക്കെ പോയി, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി, പിന്നെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഒരു പെങ്കൊച്ച് അവിടെ ഭിക്ഷാടനം നടത്തുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഒരു കൊച്ചു പെൺകുഞ്ഞാണ്. അത് ഓടി വന്ന് ഒരു പാത്രം പിടിച്ച് ഓടി വന്നു, എന്തെങ്കിലും തരാൻ വേണ്ടി പറഞ്ഞ് ഓടി വരികയാണ്. അതിന് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് അറിയുക, അവർ പറയുകയാണ്, ആ വീട്ടുകാർ പറയുക, ഇവന് കുഞ്ഞു കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഈ ക്രൂരനായ എന്ന് നമ്മൾ കരുതിയ ഈ സഹോദരൻ. ഇവൻ പറയും, ആ കൊച്ചിനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഒരു പാക്കറ്റ് മിഠായി വാങ്ങി. ആ മിഠായി മുഴുവനും ആ പാത്രത്തിൽ നിറയെ മിഠായി ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തു. അപ്പം മിഠായി കൊണ്ട് ആ പാത്രം നിറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ വീണ്ടും ആ മിഠായിയുടെ മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഈ സംഭവമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. സ്നേഹമുള്ളവരെ, ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ഒത്തിരിയേറെ മുൻവിധിയോടെയാണ് ഞാൻ ആ വ്യക്തിയെ സമീപിച്ചത്, അല്ലെങ്കിൽ ആ കുടുംബത്തെ സമീപിച്ചത്. പക്ഷേ ഈ പാവപ്പെട്ട ഒരു ധർമ്മക്കാരി, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പെൺകുഞ്ഞ്, അവിടെ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരു പെൺകുഞ്ഞിന് ഈ ജയിൽ പുള്ളി എന്ന്, അല്ലെങ്കിൽ ഒരു പാവി എന്ന് നമ്മൾ മുദ്രകുത്തി അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി കൊടുത്ത വലിയൊരു ദാനധർമ്മം, അത് ദൈവത്തിൻ്റെ സന്നിധിയിലെ വിശിഷ്ടമായൊരു കാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും ഓർക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് എത്രയോ വിശിഷ്ടമായൊരു കാര്യമാണ്. ഇത് തോബിത്തിൻ്റെ പുസ്തകത്തിൽ മാത്രമല്ല, പ്രഭാഷൻ്റെ പുസ്തകത്തിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പ്രഭാഷൻ്റെ പുസ്തകത്തിലത്തെ ഒരു വചനഭാഗം നമുക്ക് ആദ്യം വായിച്ചിട്ട് നമുക്ക് തോബിത്തിൻ്റെ പുസ്തകത്തിലെ വചനങ്ങൾ വായിക്കാം. പ്രഭാഷൻ്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം തിരുവചനം എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5 മുതലുള്ള തിരുവചനമാണ്. എല്ലാവരും ഏറ്റു പറയുക. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഈ വചനത്തിന് അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഏറ്റു പറയുക. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവനും നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം വരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന്
നിന്ന് മുഖം തിരിച്ചു കളയരുത്. മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അത് അനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്ര കാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. ഇരു കരങ്ങളൊത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ശബ്ദമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. പാവങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. ദാനധർമ്മം ചെയ്യാൻ തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിക്കുന്നു. ദരിദ്രരായ മക്കളെ സംബന്ധിച്ച് സ്തുതിക്കുന്നു. പാവപ്പെട്ടവരെ സ്തുതിക്കുന്നു. കർത്താവേ, ഭവനങ്ങളില്ലാത്തവരെ സ്തുതിക്കുന്നു. ആരോഗ്യമില്ലാത്തവരെ സ്തുതിക്കുന്നു. ശരിക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാത്തവരെ സ്തുതിക്കുന്നു. ആലുലി 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 ആലുലിയ ആലുലി 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 ആലുലിയ സ്തുതിച്ച് കരങ്ങളടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങളടിച്ചുകൊണ്ട് ആരാധിക്കുക. യേശുവിലേക്ക് നോക്കി ആരാധിക്കും. ചേർന്ന് പാടി ആരാധിക്കുന്നു. ദൈവമക്കൾ പാടുന്നു ഹല്ലേലൂയ ഹോശാന. ഒന്നായി ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹോശാന. കൈകൾ കൊട്ടി പാടുന്നു ഹല്ലേലൂയ ഹോശാന. ഉച്ചസ്വരത്തിൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന. ആമോദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന. ആനന്ദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന. ആഹ്ലാദത്താൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന. ഉച്ചസ്വരത്തിൽ പാടുന്നു ഹല്ലേലൂയ ഹോശാന. സർവ്വചരാചര സൃഷ്ടാവേ ഹോശാന. പരിപാലകനാം ദൈവമേ ഹല്ലേലൂയ ഹോശാന. ഭൂലോകത്തിൻ രാജാവേ ഹല്ലേലൂയ ഹോശാന. സ്വർലോകത്തിൻ രാജാവേ ഹല്ലേലൂയ ഹോശാന. ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന. ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന. ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന. ഹോശാന ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന. കരമൊക്കെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ശബ്ദമുയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരല്ലോ 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 ശബ്ദമുയർത്തി സ്തുതിച്ച് ശബഹാല ബാല 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 ബാല. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം പറയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ധ്യാനിക്കുന്ന എല്ലാവരിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപഥനെ, സഹായിക്കനെ, സംരക്ഷിക്കനെ, വിശുദ്ധീകരിക്കനെ, രൂപാന്തരപ്പെടെ തിരത്തത്താ കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാര, കൂടോത്രം, ദുഷ്ടദോഷം, പൈശാചി, പീഡന, ബാധകൾ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതിയും വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവസ്വനാ ദൈവത്തിന്റെ ചതിയ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകയുടെ ശരീരം മധ്യസ്ഥാനം മികാറും അപാഗപുരമായ ശക്തമായ സാന്താ സംഭാഷണത്താൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലും ഭക്ഷണം നടന്നുവന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനുഷികമോ പ്രാപഞ്ചമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്കാ 4:8 മർക്കോസ് 16:5 ഒന്നിയോനം 3:8 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മന്ത്രി 10 സതിയ സകലവിധ പ്രകൃതിക്ഷോഭം ഇടിവിട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ് ദ്വേഷം വാശി വരാൻ തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജഡിയാ ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസതി സ്വയം പോക സ്വർഗവും തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വിഭജാ ദുർബോധം അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാ തടസ്സം പഠനാസം കോടതിയിൽ സാമതിയുണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാക്കിയുള്ള ചെറുതോടെ രോഗപ്പെടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ആത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സുതിച്ച് പ്രാർത്ഥിക്കും മദനമായിക്കും ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങൾ അതിന്റെ പിന്നിപ്പത്തെ പൈശാചിക അന്താശക്തി സാത്താശക്തി ദുഷ്ടജതികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു. യേശുനാഥ് ഈശ്വര കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ പ്രവേശിച്ചു വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം തന്ന അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ഷിയാ റിയാ റിയ കരങ്ങളെത്തി സ്തുതിച്ച് ഹാലുലി ആലുലി 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 ആലുലിയ
കരമടച്ചുകൊണ്ട് മാലാഖമാർ ചേർന്ന് ഓശാന പാടി ദൈവത്തെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ ഓശാന, പാപവിമോചകൻ ഈശോയേ, ഹല്ലേലൂയ ഓശാന, കാരുണ്യത്തിൻ ഉറവിടമേ, ഹല്ലേലൂയ ഓശാന, ഓശാന ഹല്ലേലൂയ, ഹല്ലേലൂയ ഓശാന, സർവകൃപാവരദായകനേ, ഹല്ലേലൂയ ഓശാന, സൗഖ്യദായകൻ ഈശോയേ, ഹല്ലേലൂയ ഓശാന, ലോകപാലകൻ ഈശോയേ, ഹല്ലേലൂയ ഓശാന, ശാന്തിദായകൻ ഈശോയേ, ഹല്ലേലൂയ ഓശാന, എല്ലാം നൽകി പാടുന്നു, ഹല്ലേലൂയ ഓശാന, സഹനം നൽകി പാടുന്നു, ഹല്ലേലൂയ ഓശാന, ദുഃഖം നൽകി പാടുന്നു, ഹല്ലേലൂയ ഓശാന, ക്ലേശം നൽകി പാടുന്നു, കരങ്ങൾ ഉയർത്തിയടിച്ച് കോട്ടം നൽകി പാടുന്നു, ഹല്ലേലൂയ ഓശാന, നേട്ടം നൽകി പാടുന്നു, ഹല്ലേലൂയ ഓശാന, രോഗം നൽകി പാടുന്നു, ഹല്ലേലൂയ ഓശാന, ഓശാന ഹല്ലേലൂയ, കരങ്ങൾ വീശി ഓശാന ഹല്ലേലൂയ, ഹല്ലേലൂയ ഓശാന, ഓശാന ഹല്ലേലൂയ, ഹല്ലേലൂയ ഓശാന, ഓശാന ഹല്ലേലൂയ, ഹല്ലേലൂയ ഓശാന, ഓശാന ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റവളി ആരാധന സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാവത് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പുതിയ തീരുമാനം എടുത്തുകൊണ്ട് സ്തുതിക്കും. ദാനധർമ്മം ചെയ്യാൻ തീരുമാനത്തെ സ്തുതിക്കും. ദശാംശം കൊടുക്കാൻ തീരുമാനത്തെ സ്തുതിക്കും. പാവങ്ങളെ സഹായിക്കാൻ തീരുമാനത്തെ സ്തുതിക്കും. പാവങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹാലുലി അലുലിയ, പാവങ്ങളെ പറ്റി ചിന്ത വേണം. ഈ വചന്റെ അഭിഷേകം നിറയട്ടെ. ഹാലുലി അലുലി 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 ഹാലുലി അലുലി 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 ഹാലുലി അലുലി 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 അലുലി. രോഗികളായ മക്കളെ തൊട്ട് സൗഖ്യപ്രദമായ പരിശുദ്ധാത്മാവേ, ഹാലുലി അലുലി അലുലി അലുലിയ, ഹാലുലി അലുലി 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 അലുലിയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതിപ്പ് നിർത്തരുത്. ശക്തമായി സ്തുതിക്കുക. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിക്കുക. ഷിയ റിയ 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 റിയ. വിശുദ്ധ കുർബാന ഈശോ ഇറങ്ങി വന്ന് തൊടുന്ന സമയമാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പം നമ്മൾ കേട്ട വചനത്തെ പറ്റി ഒന്ന് ധ്യാനിക്കുക. കർത്താവേ, ഞാൻ ദാനധർമ്മം കൊടുക്കാറുണ്ടോ? അത് പറ്റി പിന്നെ ചിന്തിക്കുക. കൊടുക്കുന്നില്ലെങ്കിൽ അത് നിഷ്ഠയോടെ കൊടുക്കാൻ തീരുമാനം എടുക്കുക. പാവങ്ങളെ സ്നേഹിക്കാൻ, അവരെ സഹായിക്കാൻ സാധിക്കുന്ന പോലെയൊക്കെ സഹായിക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ചെയ്തുപോയ തെറ്റിനോർത്തൊക്കെ മാപ്പ് ചോദിച്ച് സ്തുതിക്കുക. ദാനധർമ്മം ചെയ്യാൻ മടിയുണ്ടെങ്കിൽ അത് പോയി കുമ്പസാരിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹാലലിയ 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 ഹാലലിയ. വീട് വിൽപ്പന തടസ്സമുള്ളവർ പ്രാർത്ഥിച്ചോ. വീട് വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. തോമസ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് വളരെ കൂടുതലുള്ളൊരു വ്യക്തിയെ കാണിക്കുക. ഹാർട്ട് ബീറ്റ് വളരെ കൂടുതൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നാവിലെ തൊലി പോകുന്നത് ആർക്കാണ്? നാവിലെ തൊലി പോകുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചാക്കോയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ചാക്കോ കണ്ണിൽ പീള കെട്ടുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എല്ല് വളർച്ച കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഡൊമിനിക്കിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. മണ്ണമ്പേട്ട എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തിയെയും കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ജെയിംസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജെയ്സനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. കണ്ണട വെച്ച് കണ്ണിന് ബുദ്ധിമുട്ടുള്ള ഒരാളെ എടുത്ത് കാണിക്കുന്നു. ആ വ്യക്തിയുടെ കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ണട വെച്ചിട്ട് മാറാത്ത ബുദ്ധിമുട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉപ്പിറ്റി വേദനയുള്ളവർ പ്രാർത്ഥിക്കും. ഉപ്പിറ്റി വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാൽപാദ സംബന്ധമായ രോഗങ്ങൾ, വളങ്കടിയോ കാലിൻ്റെ പാദത്തിൻ്റെ തൊലി പൊളിഞ്ഞു പോവുകയോ അങ്ങനെ കാൽപാദത്തിൽ ചുട്ടുനീറ്റോ അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് ചില മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. മദ്യപാനം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കുക. ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശിക്കുക. ചില കുടുംബങ്ങളിലൊക്കെ ഒത്തിരിയേറെ ബന്ധനങ്ങൾ, തടസ്സങ്ങളുള്ളതായിട്ട് കാണിക്കുന്നു. ആ കുടുംബത്തോടൊക്കെ ബന്ധന പ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് കുന്തിരിക്കാൻ പോച്ച് വീട് വെഞ്ചിരിക്കാൻ ഈശോ പറയുക. വലിയ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ലോണിന് അപേക്ഷിച്ചിട്ട് ലഭിക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഒരു വ്യക്തിയുടെ കോടതി കേസിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. 10 വർഷത്തോളമായി ഒരു വ്യക്തിയുടെ നടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചെവി സംബന്ധമായ രോഗാവസ്ഥയുള്ളവർ പ്രാർത്ഥിക്കുക. ചെവി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഷീബ എന്ന മകളുടെ ഇയർ ബാലൻസ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഡിസ്ക് ബൾജിങ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യൂട്രസിന് രോഗാവസ്ഥയുള്ള മകളോട് വീഞ്ഞുണ്ടാക്കുന്നതും കുടിക്കുന്നതും അവസാനിപ്പിക്കാൻ കർത്താവ് സന്ദേശം നൽകുക. വീഞ്ഞ് വീട്ടിൽ കെട്ടിവെച്ചവരുണ്ടാക്കുന്നവരെല്ലാം അവസാനിപ്പിക്കുക. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. മാംസാഹാരങ്ങൾ, ഇറച്ചി അല്ലെങ്കിൽ മാംസാഹാരങ്ങൾ കാണുമ്പോൾ അറപ്പ് വരുന്ന ആ വ്യക്തിക്ക് ആ മേഖലയിൽ ആന്തരിക സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിലങ്ങാട് എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന ആളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. കാലിൽ വേരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയോട് ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്.
ഈച്ചശല്യം, പാറ്റശല്യം, പഴുതാരശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ തടസ്സമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. പ്രഗ്നന്റ് ആവും, പക്ഷേ മിസ്കാരേജ് വന്നു പോകും. ഇതുപോലെ അവസ്ഥയുള്ള ആ മകള് കഴുത്തിൽ ഒത്തിരിയും ധരിച്ചിട്ടില്ല, പ്രഗ്നന്റ് ആവും, മിസ്കാരേജ് വന്ന് പോകും. ആ മകള് കഴുത്തിൽ ഒത്തിരിയും ധരിക്കുക, കുളിക്കുമ്പോൾ പോലും അത് ഊരി വെക്കരുതെന്ന് കർത്താവ് സന്ദേശം നൽകുക. യൂറിനറി ഇൻഫെക്ഷൻ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സിബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ അസാധാരണമായ ഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. രക്തത്തിൽ അണുബാധയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗാവസ്ഥയുള്ള എൽറുഹ ദൈവവചന ശുശ്രൂഷ മുടങ്ങാതെ കാണുന്ന വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചിട്ടും ഇതുവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്ന് ഈശോ കാണിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. ഒരു പറമ്പിൽ നിന്ന് ആനശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ട പാസ്പോർട്ട് തിരിച്ചു നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കുഞ്ഞിന്റെ ശ്വാസതടസ്സം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിദേശത്തായിരിക്കുന്ന ഒരു മകന്റെ മൂക്കിലെ ദശ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചാൾസ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ചാലക്കുടി ഭാഗത്തു നിന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അന്നയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു യൂത്ത് പെൺകുട്ടിയുടെ വായ്പുണ്ണ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചിറമേൽ എന്ന വീട്ടുപേര് തരുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. 2 മാസത്തോളമായി ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മകന്റെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. സോണി എന്ന വ്യക്തിയുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ശരീരത്തിലെ എല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥ, ആ രോഗാവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വീട്ടിൽ നിന്നും ശക്തമായ പട്ടിശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. സൗമ്യ എന്ന മകളുടെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പല്ലിന് ക്ലിപ്പിട്ടിരിക്കുന്ന സാന്ദ്ര എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹിമ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹോൾസെയിൽ കട നടത്തുന്ന ഒരു മകനോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആന്റണി എന്ന മകന്റെ പല്ലുവേദന കർത്താവ് സൗഖ്യപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ഭവന നിർമ്മാണ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മീൻ കഴിക്കുമ്പോൾ അലർജിയുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന മകന് നല്ല ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഡെയ്സി എന്ന മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കേടാവുന്ന ഒരു ഓട്ടോറിക്ഷ കാണിക്കുകയാണ്. ആ ഓട്ടോറിക്ഷ വെഞ്ചരിക്കാനും എന്നും ബന്ധനപ്രാർത്ഥന ചെല്ലാനും അതിന്റെ ഉടമസ്ഥന് കർത്താവ് സന്ദേശം തരികയാണ്. മോളി എന്ന മകളുടെ മൂത്രത്തിക്കല്ല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജോസ്മിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇരുട്ടിന് ഭയമുള്ള കുട്ടിക്ക് കർത്താവ് ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മലദ്വാരത്തിലെ ക്യാൻസറുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സിനി എന്ന മകളുടെ ആമവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കൈക്കും കാലിനും നീര് വന്നിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. സൈനസൈറ്റിസ് രോഗം മൂലം വിഷമിക്കുന്ന വ്യക്തിയോട് തുറന്നു കുമ്പസാരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. പ്രേമിക്കുന്ന വ്യക്തി തന്ന കീച്ചെയിൻ കയ്യിലുള്ള മകളോട് ആ കീച്ചെയിനും ആ തെറ്റായ ബന്ധവും ഉപേക്ഷിക്കണമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. വെയിലടിക്കുമ്പോൾ അലർജിയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കടബാധയുള്ളവരോട് പരിശുദ്ധ അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം തരിക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ജപമാല ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ വെളിപ്പെടുത്തുന്നു. ഒപ്പം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകത്തോട് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഹാലലിയ 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 ഷിയാ റിയ 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 ശിരിരിരിരിരി യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പേര് ജെർന. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുളത്തുവേൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു വർഷത്തോളമായി അത്ഭുത ജപമാല റെക്കോർഡ് കണ്ട് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ സാക്ഷി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് 3 വർഷമായിട്ട് അമ്മയ്ക്ക് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം മരുന്ന് കഴിക്കുന്തോറും അസുഖം കൂടിക്കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ലായിരുന്നു. ആകപ്പാടെ എപ്പോഴും കിടപ്പും, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ ചിരിക്കാൻ വരെ മറന്നുപോയൊരവസ്ഥ കൂടിയാണ് അമ്മ കടന്നു പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 13 ആഴ്ച അത്ഭുത ജപമാല കണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ 5-ാമത്തെ ആഴ്ചയായപ്പോൾ തന്നെ അമ്മയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. 8-ാമത്തെ ആഴ്ചയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ലിസമ്മയെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന്. അതോടുകൂടി അമ്മ നല്ല ഉഷാറായി. പഴയ അസ്വസ്ഥതകളൊക്കെ മാറി നന്നായി ഉറങ്ങാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവിലൊക്കെ ചേർന്ന് നന്നായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ 2-ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം കൈവായ്പ വാങ്ങി ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞ ഡേറ്റായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. ആ സമയത്ത് അത്ഭുത ജപമാല കണ്ട് ഞാൻ നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച തന്നെ അത്ഭുതകരമായ രീതിയിൽ ആ പൈസ കൊടുത്തു തീർക്കാനും സാധിച്ചു. 3-ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വീട്ടിൽ ഭയങ്കര എലിശല്യമായിരുന്നു. എലികൾ എന്തെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങൾ അഥവാ എന്തെങ്കിലും മൂടി വെക്കാൻ ഞങ്ങൾ മറന്നാൽ അവിടെയെല്ലാം അത് വന്ന് തിന്ന് കാഷ്ടിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടു ഇങ്ങനെ എലിശല്യമുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. വെഞ്ചിരിച്ച കല്ലുപ്പ് വിതറി ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ശല്യം പോലും ഇപ്പം എലിയുടെ ഇല്ല. അതുപോലെ 4-ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, എൻ്റെ 1-ാം ക്ലാസ് പഠിക്കുന്ന മോള്, അവൾ കുറേ കാലമായിട്ട് ഇന്നും രാത്രി ബെഡിൽ കിടന്നു മുള്ളുമായിരുന്നു.
അപ്പം ഒരുപാട് ഞങ്ങൾ ഹോമിയോ മരുന്നുകളൊക്കെ നോക്കി. പക്ഷേ എത്രയൊക്കെ മൂത്രമൊക്കെ ഒഴിപ്പിച്ച് കിടത്തിയാലും അവൾ വീണ്ടും രാത്രി കിടന്ന് മുള്ളുന്ന ഒരു സ്വഭാവം. പിന്നെ മഴയാണെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഴയും നില വെയിലും നില എല്ലാ ദിവസവും ഒരു ദിവസം ഇടപെടാതെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഇതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. അതും ആ അസ്വസ്ഥതയും അവളിൽ നിന്ന് വിട്ടുപോയി. 1 വർഷത്തോളമായി അവളുടെ കിടന്നു മുള്ളുന്ന പീഡ മാറിയിട്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും അന്തോണീസ് പുണ്യാളിനും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഒരുപാട് അനുഗ്രഹം ദൈവം വർഷിക്കുകയാണ്. എൽ റുഹ ധ്യാന കേന്ദ്രത്തിലെ 4 പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ കിട്ടിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് പലപ്പോഴും ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് നമ്മൾ കേൾക്കുക. അതിൽ വലിയൊരു ശുശ്രൂഷയാണ് അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേന എന്ന ശുശ്രൂഷ. അതിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടുത്തെ ഏകദിന ബൈബിൾ കൺവെൻഷൻ, താമസമുള്ള ധ്യാനം, മറ്റൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷയിലാണ് ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുക. എൽ റുഹ ദൈവ വചന ശുശ്രൂഷ. എൽ റുഹയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എൽ റുഹയിൽ വന്ന് ഇവിടെ അൾത്താരിൽ കയറി സാക്ഷ്യപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒട്ടും വരാൻ പറ്റാത്ത അത്രയും ദൂരമുള്ള വിദേശത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രസിദ്ധമാക്കുന്നത് വളരെ നല്ലതാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുക. ദാനധർമ്മം ചെയ്യാൻ തീരുമാനമെടുത്ത് സ്തുതിക്കുക. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച യേശുവേ ആരാധന. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ.